ഷോപ്പ് എത്ര കാലം മുമ്പാ? ഈ 1988 സ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടെ. ഇപ്പോൾ 12, 27 കേട്ടോ. 39, 40 കൊല്ലായി. 40 കൊല്ലായി. എത്ര പേര്? പേര് മോശ, TV മോശ. വീടെല്ലാം എവിടെ? ഇത് വെക്കണം വിശേഷം കഴിയുന്നത് ഇങ്ങനെ തലമുറയായിട്ട് തലമുറയായിട്ടല്ല. എൻ്റെ ഫാദറിന് ഇൻട്രൊഡ്യൂസ് മസ്റ്റുണ്ടായിരുന്നു. ഞാൻ പെയിന്റിൽ പോകുന്നതാണ്. ഇവിടെ ഏതാ മെയിനായിട്ട് ഇങ്ങനെ പോക്ക്? പെയിന്റ് ഇവിടെ ഈ ഏരിയയിൽ താമരശ്ശേരി ഏരിയ നമുക്ക് ഏഷ്യാനെല്ലാണ് ഫാസ്റ്റ് മൂവിങ്. അതൊക്കെ അങ്ങനെ അതിൻ്റെ സപ്പോർട്ടിങ് ആയിട്ട് പോകുന്നത്. നാഷണൽ പെയിന്റ് ഇൻഡസ്ട്രി പല കമ്പനികളുണ്ട്. ഓഫീസ് ജനറലായിട്ട് ഏഷ്യൻ പെയിൻറ്റ്സാണ് കൂടുതൽ പോകുന്നത് ഈ ഏരിയ, താമരശ്ശേരി ഏരിയ. ഓരോ ഏരിയക്കും ഓരോ ഏരിയ വൈസ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണെങ്കിൽ വേറെ, പിന്നെ ഓരോ ജില്ലക്കും ഓരോ ഇതാണ് അതിൻ്റെ. ഇപ്പോൾ പെയിൻ്റ് ചെയ്യുന്നുള്ളൂ കാര്യമായി. പിന്നെ വൈറ്റ് സിമെൻറ്റ് എന്തെങ്കിലും സപ്പോർട്ടിങ് ആയിട്ട് ഡാം പ്രൂഫ് അത് ഇത് ഉപകാരമൊക്കെ വ്യവസായങ്ങൾ ലീഫ് പ്രൂഫ് ഒക്കെ സിമെൻറ്റ് കോട്ടിങ്ങിനൊക്കെ സപ്ലൈ മെയിനായിട്ട് കോഴിക്കോട് തന്നെ. എല്ലാ പെയിൻറ്റ് കമ്പനി മെയിൻ ഡിപ്പോ കോഴിക്കോടുണ്ട് പല ഭാഗങ്ങളിലായിട്ട്. അപ്പോൾ നമ്മൾ വിളിച്ച് ഓർഡർ ചെയ്യുക, ഓൺലൈൻ ഓർഡർ ചെയ്താൽ അടുത്ത ദിവസം അതുപോലെ ഡെലിവറി ചെയ്ത്. നമ്മുടെ ഇതൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആണല്ലോ, ചില്ലറ വിൽപ്പനാണല്ലോ. ഹോൾസെയിൽക്കാർ വേറുണ്ടാവും. ഇപ്പോൾ ജനറലായിട്ട് എല്ലാ കളറും പോകുന്നത് 5000 ചില്ലാണ് കളറുണ്ട്. ഏത് കളർ നിങ്ങൾ വന്നാലും ആ കളർ അടിച്ചു വരും. എനി കളർ. അതിനൊരു ബേസ് വരും. ഒരു 20 ലിറ്ററിൻ്റെ ബേസ് ഉണ്ടാവും, 10 ലിറ്ററിൻ്റെ, 4 ലിറ്ററിൻ്റെ ബേസ് ഉണ്ടാവും. ഏതാ കളർ? ആ ബുക്കുകൾ കണ്ടില്ലേ, അതിൽ 5000 ചില്ലാണ് കളറുണ്ട്. ആ കളർ ഏത് വേണമെങ്കിലും അടിച്ചു വരും. കളറെന്ന് പോയ ഓരോരുത്തർ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന കളർ അടിച്ചു തരും മെഷീന്. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാ? ഇതൊന്ന് ഷേക്കറിന്റെ ഒന്ന് പറഞ്ഞിട്ട് നമ്മളെ പെയിന്റ് മിക്സിങ്ങിന്റെ കസ്റ്റമർ കളർ പാലറ്റ് എന്നൊരു കളർ സെലക്ട് ചെയ്യും. അപ്പോൾ കസ്റ്റമർക്ക് ഏത് കളറാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കളർ ചൂസ് ചെയ്യും. ആ കളർ കോഡ് നമ്മൾ പിന്നെ സിസ്റ്റത്തിൽ അടിച്ചു കഴിഞ്ഞാൽ അതിലേക്കുള്ള ഫോർമേഷൻ ഇതിൽ വരും. സിസ്റ്റത്തിൽ ആ ഫോർമേഷനിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 10 അറൗണ്ട് 10 to 15 കളേഴ്സ് ഉണ്ട്. അതിൽ ഫാസ്റ്റ് യെല്ലോ ആണ്. ഇപ്പോൾ ഇതിൽ ടിൻറ്റിൽ ഈ ഷെയ്ഡാണ് എടുത്തതെങ്കിൽ കൂടുതലായിട്ടും യെല്ലോ ഷെയ്ഡ് ഉണ്ടാകുക. ഇതിലൊരു 4-5 ടിൻറ്റുകൾ വെച്ചിട്ട് അതിൻ്റെ റേഷ്യോ കണക്കാക്കിയിട്ട് നമ്മൾ ഏതാണോ ബേസ് വരും, അതായത് ഡാർക്ക് കളറിന് ഒരു ബേസ്, പിന്നെ ലൈറ്റ് കളറിന് ഒരു ബേസ്, ആ ബേസ് ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഈ ടിൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിൽ മിക്സ് ചെയ്യും. ഇതിൽ നമ്മൾ ടിൻറ്റ് ചെയ്തതിന് ശേഷം ഈ ടിൻറ്റ് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാന്ന് വെച്ചാൽ റൗണ്ട് ചെയ്യണം. അപ്പോൾ ആ മെഷീനിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്താൽ അത് റൗണ്ട് ചെയ്യും. ആ റൗണ്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് വരിക, സെക്കൻഡ് സ്റ്റെപ്പ് ഇതാണ് വരിക, തേർഡ് സ്റ്റെപ്പ് ഇത്. അതിൽ കളർ മിക്സ് ആവും. പിന്നെ പെയിന്റർമാര് അതാ നല്ല. ആ കളർ നമ്മൾ തേങ്ങ വലിച്ച് കൂട്ടൂല വീട്ടിൽ. അതിനൊരു തേങ്ങ എടുത്തോളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാ എടുക്കാന്നുള്ളൊരു കൺഫ്യൂഷൻ വരില്ലേ. ഒരുപാട് തേങ്ങ ഈ 5000 ചില്ലാണ് കളറിന് ജനങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ നമ്മൾ പറയും ഇതാ കുറച്ചും നല്ല ഇതാ. അതാണ് ശരി.